எனக்கு ஞாபகம் வந்துருச்சு, பழசெல்லாம் ஞாபகம் வந்துருச்சு. ஐம் பேக். ഓക്കെ ഗൈസ്, ഐം ബാക്ക് വിത്ത് അനദർ വീഡിയോ. കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്, അതായത് ഫേസ് ടു ഫേസ് ഒരു വീഡിയോ. ഓൾമോസ്റ്റ് 6-7 മാസം ആവുമെന്ന് തോന്നുന്നു ഇങ്ങനെ ഡയറക്റ്റായിട്ട് റൂമിനകത്ത് നിന്നിട്ട് ഇങ്ങനെ ഫേസ് ടു ഫേസ് ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഓഫീസിലായിരുന്ന സമയത്ത് കുറച്ച് വ്ളോഗൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും എത്തുന്നത് കുറേ ഇടവേളയൊക്കെ എടുത്തതിന് ശേഷമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇടവേള എടുക്കുക എന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്കൊക്കെ എടുത്ത് പോകുന്നത്. ഇനിയും ചിലപ്പം ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഒരു 7-8 മാസം കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും വരുന്നത്, പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മടി പിടിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് ആ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് തീർച്ചയായിട്ടും വീഡിയോ ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് തുടങ്ങിയത്. എനിക്കറിയാം പഴയ ഒരു ഫ്ലോ കാണില്ല എന്നത്, ഒരുപാട് തെറ്റുകളൊക്കെ വരുമായിരിക്കും. പക്ഷേ എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയാം. നിങ്ങൾ ആരൊക്കെ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. കുറേ ദിവസത്തിന് ശേഷം ഇടുന്നുണ്ട്, ഒരുപാട് വ്യൂസ് കുറയുമായിരിക്കും. പക്ഷേ എന്നാലും സാരമില്ല. ഇന്ന് നമ്മൾ വീഡിയോ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നടിപ്പിൻ നായകൻ സൂര്യ ഉണ്ടല്ലോ. അപ്പോൾ സൂര്യയുടെ ഒരു 4 സിനിമകളാണ്. എന്തിനാണ് സൂര്യയുടെ 4 സിനിമകൾ നീ ഇപ്പം നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 4 സിനിമകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അജിത് കുമാർ ഉണ്ടല്ലോ, അദ്ദേഹം വേണ്ടാന്ന് വെച്ച ഒരു 4 സിനിമകളാണ്. അദ്ദേഹം വേണ്ടാന്ന് വെച്ച 4 സിനിമകളല്ല, അതിലൊരു 3 സിനിമയാണ് അദ്ദേഹം വേണ്ടാന്ന് വെച്ചത്, അജിത്ത് വേണ്ടാന്ന് വെച്ചത്. ഒരു സിനിമ പവൻ കല്യാണാണ് വേണ്ടെന്ന് വെച്ചത്, നമ്മുടെ തെലുങ്ക് നടൻ പവൻ കല്യാൺ വേണ്ടെന്ന് വെച്ച സിനിമയാണ്. അപ്പോൾ ഈ 4 സിനിമകൾ ഏതൊക്കെയാണ്? സൂര്യയുടെ കരിയറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 4 സിനിമകളാണ് ഇത് 4ഉം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ വീഡിയോ നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 4 സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ 4 സിനിമയ്ക്കകത്ത് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നന്ദ എന്ന് പറയുന്ന സിനിമയാണ്. ഇത് സൂര്യയുടെ കരിയറിൽ സൂര്യയുടെ പെർഫോമൻസ് ഒക്കെ കുറച്ച് ഡെവലപ്പ് ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു സിനിമയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ബാലയാണ്. ഇതിനകത്തൊരു പാട്ടുണ്ട്, എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ട്, മുൻപനിയ എന്ന് പറഞ്ഞിട്ട്, മുൻപനിയ മുതൽ മഴയ, ആ പാട്ടുള്ള നിങ്ങൾ ആ പാട്ട് എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പാട്ടുള്ള സിനിമയാണ് നന്ദ. അപ്പോൾ സൂര്യ, അതുപോലെ തന്നെ ലൈല, എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റേ പടം ഏതായിരുന്നു, അയ്യോ, ഇളം കാത്ത് വീസത് യസ പോലെ പേസത്, ആ പടം ഒരു സെക്കൻഡ് നോക്കട്ടെ. ഓ സോറി, പിതാമകൻ. ആ ടൈമിൽ എൻ്റെ ഒരു ഫേവറേറ്റ് സിനിമയായിരുന്നു. സോറി, പെട്ടെന്ന് പേര് മറന്നുപോയി. പിതാമകനിൽ ഉണ്ടായിരുന്ന അതേ ഒരു കോംബോയാണ് സൂര്യയും ലൈലയും. പിതാമകനും ബാലയുടെ സിനിമ തന്നെയാണ്. അപ്പം ബാല അതേപോലെ സൂര്യ ലൈല കോംബോ ആയിട്ട് ഈ ഒരു നന്ദ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ ആദ്യം സ്ക്രിപ്റ്റ് പറഞ്ഞിരിക്കുന്നത് അജിത്തിനാണ്. അജിത്തിന് ഇത് ഡേറ്റിൻ്റെ ഇഷ്യൂ കാരണമാണ് അജിത്ത് ആ സമയത്ത് ഈ സിനിമ അഭിനയിക്കാൻ തയ്യാറാവാതിരുന്നത്. പിന്നെ വീണ്ടും അത് ബാലയുടെ തന്നെ പിതാമകൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച സൂര്യയെ നേരെ നന്ദ എന്ന് പറയുന്ന സിനിമയിലോട്ട് പ്ലേസ് ചെയ്യായിരുന്നു. അവിടെ സൂര്യയ്ക്ക് ലഭിച്ചത് ഒരു അടുത്തൊരു ലെവലിലോട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ആ സിനിമയിൽ സാധിച്ചു. നല്ലൊരു ഹിറ്റ് സിനിമയാണ് നന്ദ എന്ന് പറയുന്ന സിനിമ. ലിസ്റ്റിലെ 2ാം സ്ഥാനത്തുള്ള സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്ക കാക്കയാണ്. പല സൂര്യ ഫാൻസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് കാക്ക കാക്ക. അതിനകത്തുള്ള ഒരു പോലീസ് ക്യാരക്ടർ, അതുപോലെ തന്നെ സൂര്യ ജ്യോതിക ഒരു കോമ്പിനേഷൻ, സോ അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഗൗതം വാസുദേവ് മേനോൻ്റെ ഒരു വെറൈറ്റി സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. കാക്ക കാക്ക സിനിമ നോക്കുകയാണെങ്കിൽ കാക്ക കാക്ക സിനിമയുടെ സ്ക്രിപ്റ്റ് ആദ്യം പോകുന്നത് അജിത്തിനാണ്. അപ്പോൾ അജിത്തിനോട് സംസാരിച്ചപ്പോൾ അജിത്തിൻ്റെ ഡേറ്റിൻ്റെ എന്തോ പ്രശ്നങ്ങൾ കാരണം പിന്നീട് ഗൗതം മേനോൻ നേരെ പോയത് വിക്രത്തിനോടായിരുന്നു ഈ കഥ പറയാനായിട്ട്. അപ്പോൾ വിക്രത്തിന് ആ ഒരു സമയത്ത് പോലീസ് ക്യാരക്ടറൊക്കെ ചെയ്ത്, സാമിയിലെ പോലീസ് ക്യാരക്ടറൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് വിക്രത്തിനോട് ഈ കഥ പറയുമ്പോഴത്തേക്കും വിക്രം പോലീസ് ക്യാരക്ടർ ഉടനെ ഒരെണ്ണം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു സിനിമ വീണ്ടും ഡിലേ ആവുന്നു. പിന്നെ അവിടെ നേരെ വരുന്നത് ഗൗതം മേനോൻ സൂര്യയുടെ അടുത്താണ് കഥ പറയുന്നത്. സൂര്യയ്ക്ക് കഥ ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ഉടനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് കാക്ക കാക്ക എന്ന പേരിൽ പല സൂര്യ ഫാൻസിൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമയായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സിനിമ. സോ ഇത് അജിത്തും വിക്രമും വേണ്ടെന്ന് വെച്ചിട്ട് സൂര്യയിലെത്തുന്നതാണ്. പക്ഷേ ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു ആ ഒരു ടൈമിൽ. 3ാമത്തെ സിനിമ എന്ന് പറയുന്നത് AR മുരുകദാസിൻ്റെ എൻ്റെ ഫേവറേറ്റ് ഡയറക്ടറായിരുന്നു AR മുരുകദാസിൻ്റെ ഗജനി.
ഈ ഒരു സിനിമയൊക്കെ അജിത്ത് വേണ്ടെന്ന് വെച്ചെങ്കിൽ എൻ്റെ പൊന്നോ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയൊക്കെ വേണ്ടെന്ന് വെച്ചെങ്കിൽ അജിത്ത് ശരി ഈ ഒരു പടത്തിൻ്റെ ആ ഒരു 2 ക്യാരക്ടറായിട്ട് മാറേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. ഇതിൽ സ്ക്രിപ്റ്റിൻ്റെ എന്തോ ഇഷ്യൂ കാരണമാണ് അജിത്ത് ഇതിൽ നിന്ന് പിന്മാറിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ അതിനുശേഷം ഇതിനകത്ത് സൂര്യ വരുന്നു. ആ ഒരു സിനിമ സൂര്യയുടെ കരിയറിലെ തന്നെ നെക്സ്റ്റ് ലെവലായിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് സൂര്യയുടെ കരിയർ തന്നെ മാറ്റിമറിച്ചൊരു സിനിമയാണ് ഗജിനി എന്ന് പറയുന്ന സിനിമ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് സൂര്യയുടെ കരിയറിലെ ഈ ഗജിനി സിനിമ. സോ അതും അജിത്തിന് വന്നിട്ട് അജിത്തിൻ്റെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടാത്തത് കാരണം സൂര്യയിലെത്തിയ സിനിമയായിരുന്നു. അത് ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിട്ട് മാറി, സൂര്യയുടെ കരിയറിലെ ഒരു മികച്ചൊരു സിനിമയായിട്ട് മാറി. അപ്പോൾ അടുത്ത സിനിമ എന്ന് പറയുന്നത് വാരണമായിരമാണ്. ഇതും സൂര്യയ്ക്ക് വന്നതല്ലേ നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും സൂര്യ ഫാൻസ്. ഈ സിനിമ ആക്ച്വലി ഗൗതം വാസുദേവ് മേനോൻ ഫസ്റ്റ് പവൻ കല്യാണിനാണ് കഥ പറഞ്ഞിരുന്നത്. നമ്മുടെ തെലുങ്ക് നടൻ പവൻ കല്യാണിന് കഥ പറഞ്ഞപ്പോഴത്തേക്കും പവൻ കല്യാണിന് ഡേറ്റിൻ്റെ ഇഷ്യൂ കാരണം, അതുപോലെ തന്നെ ഇതിനകത്ത് 2-3 ക്യാരക്ടറൊക്കെ ആയിട്ട് ചേഞ്ച് ആവണമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂ കാരണമൊക്കെ പവൻ കല്യാൺ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. അത് നേരെ വന്നത് ഗൗതം മേനോൻ കാക്കയ്ക്ക് ശേഷം സൂര്യയുടെ കഥ പറയുന്നു. അങ്ങനെ ഈ കഥ ഇഷ്ടപ്പെട്ടിട്ട് വാരണമായിരം സൂര്യ ചെയ്യുന്നു. വാരണമായിരം പല സൂര്യ ഫാൻസിൻ്റെയും ഒരു നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, സൂര്യയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് ചോദിച്ചാൽ പല സൂര്യ ഫാൻസും പ്രത്യേകിച്ച് ലേഡീസൊക്കെ പറയുന്ന, ഗേൾസ് പറയുന്ന ഒരു ഫേവററ്റ് ആയിട്ടുള്ള സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാദ്യം പറയുന്നത് വാരണമായിരമായിരിക്കും. സോ ഈ സിനിമയും പവൻ കല്യാണിന് പോയിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് സൂര്യയിലേക്ക് വരുന്നതാണ്. സോ അവിടെ സംഭവിച്ചത് ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്ററാണ്. അപ്പോൾ ഇത്രയാണ് ഈ സിനിമകൾ, 4 സിനിമകൾ. നന്ദ, അതുപോലെ തന്നെ കാക്ക, ഗജിനി, വാരണമായിരം. ഈ 4 സിനിമകളും സൂര്യ ചെയ്യേണ്ടിയിരുന്ന സിനിമകളല്ല. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഇത് സൂര്യയിൽ എത്തിപ്പെട്ടതാണ്. അതുകൊണ്ട് സൂര്യയ്ക്ക് മികച്ച 4 സിനിമകൾ കിട്ടിയെന്നതാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സൂര്യ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ശിവ സംവിധാനം ചെയ്ത സിനിമ കങ്കുവ അത്ര നന്നായിട്ട് പോയില്ല. അടുത്തിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ റെട്രോ ആണ്. റെട്രോ കാർത്തിക് സുബ്രാജാണ് സംവിധാനം ചെയ്യുന്നത്. ഇതെന്തായാലും എല്ലാവരും ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയൊക്കെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. സൂര്യ ഫാൻസ് മാത്രമല്ല, ഒട്ടുമിക്ക ആൾക്കാരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സൂര്യയുടെ സിനിമയാണ് റെട്രോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ RJ ബാലാജി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ സൂര്യ അഭിനയിക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെ അടുത്ത സിനിമകൾ സൂര്യയ്ക്ക് വരാനിരിപ്പുണ്ട്. സോ ഈ സിനിമകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ സിനിമയെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാൻ, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എനിക്കറിയാം ഞാൻ ഇതിനകത്ത് കുറേ മിസ്റ്റേക്കുകളൊക്കെ വരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതൊക്കെ മാറ്റാൻ ശ്രമിക്കാം. വരുന്ന വീഡിയോകളിൽ ഒരുപാട് പുതിയ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. ഓക്കെ, ബൈ.